إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 85ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന വമൻ യബ്തഗി ആരെങ്കിലും തേടുന്ന പക്ഷം ഗൈറൽ ഇസ്ലാമി ഇസ്ലാമല്ലാത്തതിനെ ദീനായിട്ട് ഇസ്ലാമല്ലാത്തതിനെ ദീനായി ആരെങ്കിലും തേടുന്ന പക്ഷം അതിന്റെ ഗുണഫലം എന്താണ്? ഒരിക്കലും അവൽ നിന്നും അത് സ്വീകരിക്കുകയില്ല. എന്നാൽ അവരിൽ നിന്നും സ്വീകരിക്കുകയില്ല. ആഖിറത്തിൽ പരലോകത്തിൽ അവൻ മിനൽ ഖാസിരീൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നദ്ദീന നിശ്ചയമായി ദീൻ മതം എന്ന് പറഞ്ഞാൽ ഇൻദല്ലാഹി അല്ലാഹുവിനടുക്കൽ ഇസ്ലാം, അത് ഇസ്ലാം മതമാണ്. അതല്ലാത്ത ഒരു മതവും സ്വീകാര്യമല്ല. അതൊന്നും മതമല്ല. അതൊക്കെയും എന്താണ്? മനുഷ്യർ അവരുടെ ഇച്ഛക്കും ദേഹേച്ഛകൾക്ക് അനുസൃതമായി തട്ടിക്കൂട്ടി ചില പ്രസ്ഥാനങ്ങളും സംഘങ്ങളും ആശയങ്ങളുമാകുന്നു. അതിനൊന്നും യാഥാർത്ഥ്യമില്ല എന്നാണ് ഈ പറഞ്ഞതിനൊക്കെ പൊരുൾ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മതം അത് ഏകമതമാണ്. അത് ഇസ്ലാം മതം മാത്രമാകുന്നു. അതാണ് സത്യമതം. അതല്ലാത്തതൊക്കെയും വ്യതിചലനം സംഭവിച്ച ആ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ പാതയിൽ നിന്നും വ്യതിചലിച്ചു പോയ സംഘങ്ങളും അതുപോലെ വ്യക്തികളും അവരൊക്കെയും സംഘടിപ്പിച്ച ചില പേരുകൾ ഇട്ട് വിളിക്കുന്ന ചില മതങ്ങൾ മാത്രമാണ്. അതിനൊന്നും യാതൊരു തരത്തിൽ അടിസ്ഥാനവുമില്ല. അതൊക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരിക്കലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അള്ളാഹുവിന്റെ റസൂൽ മക്കക്കാരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പുറമെ അള്ളാഹുവിന്റെ സൃഷ്ടികളെയും ആരാധിച്ചിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടാകില്ല. പക്ഷെ അതേസമയം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് പ്രശ്നമുണ്ടായത്. അതാണ് അവർക്ക് അംഗീകരിക്കാൻ മടിയുണ്ടായത്. അള്ളാഹുവിന് പുറമെയുള്ള സൃഷ്ടികളുടെ കൂടെ അള്ളാഹുവിനെയും ആരാധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു പ്രശ്നമുണ്ടാകില്ല. പക്ഷേ അതേസമയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് പുറമെയുള്ള ആരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഇതാണ് എല്ലാവർക്കുമുള്ള പ്രശ്നം. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കാൻ പിശാചാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും അള്ളാഹു അതിനൊരിക്കലും അനുമതി കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ മതത്തിൽ ഒരിക്കലും അത് രേഖയല്ല, പ്രമാണമല്ല എന്നൊക്കെയാണ് ഈ ആയത്തിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നത്.